Acuplus Interior and Electronics. പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിച്ച് UDF കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ TP ഷാജിയുമായി ചേർന്ന് LDF ഭരണം കൈയാളിയ നഗരസഭ വലിയ ഭൂരിപക്ഷത്തോടെയാണ് UDF പിടിച്ചെടുത്തത്. 29 ഡിവിഷനുകളിൽ 20 ഇടങ്ങളിലും UDF-ന് വൻ വിജയം. പട്ടാമ്പി നഗരസഭയുടെ ഭരണ സംവിധാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈവെള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ UDF-ന് വൻ മുന്നേറ്റം. ഇടതുപക്ഷ ഭരണമുണ്ടായിരുന്ന പട്ടാമ്പി നഗരസഭ വലിയ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചുപിടിച്ചു. 29 ഡിവിഷനുകളിൽ 20-ൽ UDF-ഉം 8-ൽ LDF-ഉം BJP-ക്ക് ഒരു സീറ്റുമാണ് നേടാനായത്. ഇതോടുകൂടി കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ TP ഷാജിയുമായി ചേർന്ന് ഭരണം നേടിയ LDF-ന്റെ കയ്യിൽ നിന്നും നഗരസഭാ ഭരണം വീണ്ടും UDF-ന്റെ കൈകളിലെത്തി. ശക്തമായ പോരാട്ടമുണ്ടായ 26 ഡിവിഷൻ നേതിരിമംഗലത്ത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് KR നാരായണസ്വാമി പരാജയപ്പെട്ടു. LDF മുന്നണിയിൽ നിന്നും തിരിച്ച് കോൺഗ്രസിലെത്തിയ TP ഷാജി വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടി. പട്ടാമ്പി നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി 13-ാം വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മുസ്ലിം ലീഗിലെ TP ഉസ്മാൻ, കോൺഗ്രസിലെ TP ഷാജി എന്നിവരാണ് ചെയർമാൻ സ്ഥാനത്തെത്തുക എന്നാണ് സൂചന. ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച നഗരസഭയാണ് പട്ടാമ്പി. TP ഷാജിയുമായി ചേർന്ന് LDF മുന്നണി ഭരണം കയ്യാളിയെങ്കിലും മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇത് വ്യക്തമായിരുന്നു. മുഹമ്മദ് മോസിൻ MLA ഉൾപ്പെടെയുള്ളവർ TP ഷാജിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. LDF-ൽ നിന്നും TP ഷാജി പോയതുകൊണ്ട് നഷ്ടമില്ലെന്നും കോൺഗ്രസിലേക്ക് TP ഷാജി തിരിച്ചു വന്നത് ഗുണകരമാണെന്നുമായിരുന്നു ഇരു മുന്നണികളുടെയും പ്രതീക്ഷ. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.